പോകരുത് പോകരുത്. അതുപോലെ തന്നെ ആരും താങ്കളെ വിടുന്നില്ല. എല്ലാവരുടെ ഉള്ളൊരു ഭയം തട്ടിയ സമയത്ത് ഒരു ഭയവും കൂടാതെ താങ്കൾ ധൈര്യത്തോടെ എന്നോട് സംസാരിക്കാൻ വന്നത് ഞാൻ താങ്കൾ കാണുന്നൊരു പോസിറ്റീവ് ആയിട്ട് കാണുന്നു. താങ്കളുടെ ശബ്ദത്തിലൊരു ചെറിയൊരു എനിക്കത് താങ്കൾ അങ്ങനെ സംസാരിക്കുന്നതാണ് ഒരു മകൻ ആയതുകൊണ്ട് അങ്ങനെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ചർച്ചയ്ക്ക് പോകുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ സഹോദരന്? സഹോദര, ഞാനിപ്പോ അല്പം തിരക്കാണ്. അല്ല, തിരക്കാണെങ്കിൽ നമുക്ക് ചർച്ചയ്ക്കാണല്ലോ താങ്കൾ വന്നിരിക്കുന്നത് അല്ലേ? ഹലോ, ചർച്ചയ്ക്കാണല്ലോ വന്നിരിക്കുന്നത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. താങ്കൾ ചാറ്റിൽ എഴുതിയായിരുന്നത്. സഹോദരൻ, ഞാൻ കേട്ടില്ല, ഇടയ്ക്ക് കോള് വന്നു. പിന്നെ നിനക്ക് എന്നാ ഇത്? അല്ല സഹോദരൻ, നമുക്ക് ചർച്ചയിലേക്ക് പോകാം. എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങ് കത്തോലിക്ക സഭയെ നിനക്ക് ആണുങ്ങളെ കണ്ടിട്ടില്ല നീ? സഹോദരൻ, അത്തരം നിലയിലേക്ക് നമുക്കൊരു അക്കാഡമിക് ചർച്ചയാണ് ഞാൻ ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുള്ള ആണുങ്ങളെ നീ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് നമ്മള് തമാശകൾ പറഞ്ഞു മുന്നോട്ട് പോകുന്നതിനേക്കാളും ഒരു അക്കാഡമിക് ചർച്ചയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അത്തരം തർക്കങ്ങളൊക്കെ ഇതിന് പുറത്തായിരുന്നല്ലോ. അപ്പൊ താങ്കളും വന്നു, ഞാനും വന്നു. ആ സ്ഥിതിക്ക് താങ്കൾക്ക് എന്തെങ്കിലും ക്ലിപ്പ് പ്ലേ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്കളുടെ ആശയത്തെ പ്രതികരിക്കുന്ന ഇതാരെങ്കിലും പഠിപ്പിക്കുന്ന പോലെ സഭാപിതാക്കന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ ക്ലിപ്പുകൾ എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് അത്തരം ക്ലിപ്പുകൾ എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്യുന്നതിൽ തെറ്റില്ല. നമുക്കെന്തായാലും ഇങ്ങനെ ഒരു ആശയം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇത്തരം ആശയം ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ, ഞാൻ പ്ലേ ചെയ്യാം. നിനക്ക് കാണിച്ചു തരുന്നുണ്ട്, കണ്ടോ? നീ കേട്ടോ? അവർ എന്ത് കാണിക്കാന്ന് പറഞ്ഞ സഹോദര? ഞാനത് നോക്കാൻ ഇരിക്കുവാ. ഇങ്ങനെ ഡി പി ഉണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. സഭാപിതാവിന്റെ ക്ലിപ്പ് കേൾപ്പിക്കാൻ പോവുകയാണ് പുള്ളിക്കാരൻ. നമുക്ക് എന്തായാലും ഞാൻ ഇത്രയും നാളായിട്ട് ഒരു സഭാപിതാവിന്റെ ക്ലിപ്പ് കേട്ടിട്ടില്ല. എന്തായാലും വ്യത്യസ്തമായ ഒരു ക്ലിപ്പ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏത് സഭാപിതാവിന്റെ പേര് മെൻഷൻ ചെയ്യണം കേട്ടോ, പ്ലീസ്. ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തുവിൽ ക്രിയുണ്ട്, ഞങ്ങളുടെ കൃഷ്ണനിൽ ക്രിയുണ്ട്, പിന്നെ മുസ്ലിങ്ങളുടെ മുക്രിയിൽ ക്രിയുണ്ട്. ഞങ്ങളുടെ കൃഷ്ണൻ കാളിയിലുള്ള പാമ്പിന്റെ നിറകന്തലിൽ ചവിട്ടി, നിങ്ങളുടെ ഗീവർഷനാലെ പാമ്പിന്റെ വായിൽ കോലിട്ട് കൊത്തി. ഈ വിഷയത്തിൽ നിന്നാണോ സംസാരിക്കാൻ പോകുന്നേ? ഈ കോലിട്ട് കുത്തിയ ടോപ്പിക്കാണോ? ഇത് ഏത് സഭാപിതാവാ പറഞ്ഞിരിക്കുന്നേ? ഞാനിവിടെ കേട്ടിട്ടുണ്ടല്ലോ ഈ സഭാപിതാവിന്റെ ശബ്ദം. ഇതിന്റെ ബാക്കിയുണ്ടോ? അമ്മമ്മയുടെ എനിക്കൊന്ന് പറയാനുള്ളൂ. ധർമ്മ സംസ്ഥാപനാർത്ഥ സംസ്ഥാന സമ്മേളനം വല്ല മനസ്സിലായോ? ഇല്ല. എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്. ബാക്കിയും കൂടെ ക്ലിപ്പ് പോരട്ടെ. ഇത് ക്ലിയർ ആകുന്നുണ്ട്, ചിത്രം ക്ലിയർ ആയി വരുന്നുണ്ട്, സഭാപിതാവിന് മനസ്സിലായി വരുന്നുണ്ട്. വിവേകച്ചൻ പ്ലീസ് ബാക്കിയും കൂടെ ഒന്ന് പ്ലേ ചെയ്താട്ടെ, കേൾക്കാം. ഫാദർ വിവേക് പ്ലീസ് പ്ലേ. ഫുൾ ക്ലിപ്പ് പ്ലേ ചെയ്യൂ. റോസിക്കിന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് ഇങ്ങോട്ടെങ്കിലും പൊക്കോളൂ. അല്ല,
ഞാൻ ക്ലബ്ബിൽ നിന്ന് പോകുന്ന കാര്യമില്ല, നമുക്ക് ചർച്ചയിലേക്ക് വരാം. നിങ്ങൾ ആ ക്ലിപ്പ് ആധാരമായ ക്ലിപ്പ് കേൾപ്പിക്കൂ. നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന നടക്കത്തില്ല. ഞാൻ ക്ലബ്ബിൽ നിന്ന് വിട്ടു പോകുന്നത്, നമ്മൾ ആ ചർച്ച കഴിഞ്ഞ് നമുക്ക് വിട്ടുപോവാം. ഞങ്ങൾ പൂർണ്ണമായ ക്ലിപ്പുകളൊക്കെ ഒന്ന് പ്ലേ ചെയ്യൂ. നമുക്ക് ചർച്ചയിലേക്ക് കടക്കണ്ടേ? റോസിക്കിന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് ഇങ്ങോട്ടെങ്കിലും പൊക്കോളൂ. റോസിക്ക് അറിയാമോ, ആ മാമ നിർബന്ധിച്ചുകൊണ്ട് മാത്ര ഞാൻ ഈ ചട്ടമുണ്ട് എടുത്തു കൊടുത്തത്. ഭ്രാന്തുള്ളൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ? ആ മാമ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഭ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്കായി കരളിനെ ബാധിച്ചാൽ നമ്മുടെ ടോപ്പിക്ക് മാറി. നിങ്ങളിത് ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ക്ലിപ്പാണ് കേൾപ്പിക്കുന്നത്. സഭാപിതാവ് പറഞ്ഞ ഈ യഹോവ വിഷയത്തിലുള്ള ക്ലിപ്പ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഹൃദ്രോഗമായിട്ട് ബന്ധം ക്ലിപ്പ് മാറിയെന്ന് തോന്നുന്നു. വേറെ ക്ലിപ്പുകൾ ഉണ്ടാവുമല്ലോ, ഒന്ന് കേൾപ്പിച്ചു നോക്കൂ. നിങ്ങൾ അത് എനിക്കൊന്ന് ഫോൾഡർ മാറി കാണും. ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിട്ടിട്ട് പീഡിപ്പിക്കല്ലേ. എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റ് ഞാൻ ചെയ്തത്? ജോൺഫിയുടെ ഡ്രസ് എടുത്തതിനെ ഫ്രണ്ട് പറഞ്ഞിട്ട് റോസ് എനിക്ക് തന്നോ? എന്നെ ഒരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഒരു സിസ്റ്ററായിട്ട് കണ്ടൂടെ? അതെങ്ങനെയാ? ഞാനൊരു അനാഥയാണല്ലോ, ആർക്ക് വേണേലും എന്നെ തട്ടി കളിക്കാം. ഇനി എന്നെ കുത്തുവാക്ക് പറഞ്ഞ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി റോസി അത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്യും. നോക്കിക്കോ. അല്ല അച്ഛാ, അങ്ങനെ ചെയ്യരുത് പ്ലീസ്. ചർച്ചയ്ക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം പ്ലീസ്. നിങ്ങൾ അതൊന്നും ചെയ്യരുത് പ്ലീസ്. നിങ്ങളവിടെ വീട്ടിൽ കരയുകയാണ്. ഞാൻ താങ്കൾ അങ്ങനെ വിചാരിക്കും. ഞാൻ ചർച്ചയുടെ ഭാഗമായിട്ട് ക്ലബ് ഹൗസിലെ ചില വിഷയങ്ങളുമായിട്ട് വെല്ലുവിളിച്ചതാണ്. താങ്കൾ അത്തരത്തിൽ ആത്മഹത്യ ഒന്നും മുഴക്കരുത് ദയവ് ചെയ്ത്. അതൊന്നും ശരിയായ രീതിയല്ല. ചർച്ചയ്ക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. കർത്താവേ, കൊള്ളാം. വിഷയത്തിന്റെ പേരിലൊക്കെ താങ്കൾ ആത്മഹത്യ ചെയ്യുമെന്നൊന്നും പറയരുത് ദയവ് ചെയ്ത്. എനിക്കത് ബുദ്ധിമുട്ടാണ്. വിവേക് ബ്രോ പ്ലീസ്. താങ്കൾ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ചെറുപ്പക്കാരനാണ് ഞാൻ മനസ്സിലാക്കിയില്ല. താങ്കളുടെ ശബ്ദത്തിന് ഇച്ചിരി മോഡുലേഷൻ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് ഓക്കെ, പക്ഷെ താങ്കൾ ഇത്രയും സെൻസിറ്റീവ് ആണെന്നുള്ളത് അറിയില്ലായിരുന്നു. താങ്കൾ ആത്മഹത്യ ഒന്നും ചെയ്യരുത്. താങ്കൾ എന്തോ വീരവാദമൊക്കെ അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു. പിന്നെ ഏതോ സഭാപിതാവ് അടിച്ച് വീരവാദമൊക്കെ അടിച്ച ക്ലിപ്പുകൾ താങ്കളുടെ കൈവശം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പ്ലേ ചെയ്തു. താങ്കൾ ഇന്നാളെ പറഞ്ഞല്ലോ താങ്കൾ ഭയങ്കര ഹീറോ ആണെന്നൊക്കെ. ഇപ്പൊ എന്നാ പറ്റി? ഇത്രയും സിമ്പിൾ ആയിരുന്നു താങ്കൾ. റോസി ആരാ, പെങ്ങളാണോ? വീട്ടുകാരോട് എന്റെ പേരൊന്നും പറയരുത്. താങ്കൾ എന്റെ പേരൊന്നും എഴുതി വെച്ച് കടുങ്കയൊന്നും ചെയ്തു കളയരുത് ദയവ് ചെയ്ത്. താങ്കൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ താങ്കൾ ആശയം പറയൂ, ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ? ഏതെങ്കിലും ക്ലിപ്പ് ഇനി വേറെ കേൾപ്പിക്കാനുണ്ടോ താങ്കൾക്ക്? എന്തെങ്കിലും ക്ലിപ്പ് കേൾപ്പിക്കാനുണ്ടെങ്കിൽ കേൾപ്പിക്കൂ. ഏതെങ്കിലും സഭാപിതാക്കന്മാർ ഈ വിഷയത്തെ ഉദ്ധരിച്ചിട്ടുണ്ടോ? എന്താണ് ഈ വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്, താങ്കളുടെ കാഴ്ചപ്പാട്? ഞാൻ റജീനയുടെ പേരൊന്നും എടുക്കുന്നില്ല. റജീന നിങ്ങളെ ഇന്ന് ഒത്തിരി വട്ടം വാൺ ചെയ്തിട്ട് നിങ്ങൾ ധൈര്യത്തോടു കൂടെ വന്നു. അത് തന്നെയാണ് ഞാൻ താങ്കൾ കണ്ട പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ താങ്കൾ കണ്ട ഹൈലൈറ്റ്, ഒരു പുരുഷത്വം. താങ്കളുടെ ശബ്ദത്തിൽ ഇച്ചിരി മോഡുലേഷൻ ഉണ്ടെങ്കിലും താങ്കളെ ഞാനിപ്പോൾ പുരുഷനായിട്ട് കാണുകയാണ്. താങ്കൾ ആത്മഹത്യം ചെയ്യരുത്. അവിവേകം ഒന്നും വിവേക് കാണിക്കില്ല. വിവേകത്തോടെ തന്നെ പെരുമാറും എന്ന പ്രതീക്ഷയോട് ഞാൻ അടുത്ത ക്ലിപ്പിനായി കാതോർക്കുന്നു. ഓക്കെ വിവേക്? സത്യം പറഞ്ഞ എന്റെ രക്തം തിളച്ചു വന്നതാ. പക്ഷെ അവൻ റോസിയുടെ ഭർത്താവാണെന്ന് ചോദിച്ചപ്പോ ഞാൻ തളർന്നു പോയി. റോസി, അവരെ വീട്ടുകാര്യം പറയാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതിന് ആധാരമായ ക്ലിപ്പുകൾ എന്തെങ്കിലും കേൾപ്പി. നിങ്ങൾ വീട്ടുകാരി റോസി നിങ്ങളുടെ സഹോദരിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അങ്ങ് പോട്ടെ, ക്ലിപ്പ് ബാക്കി കേൾക്കട്ടെ, മുഴുവനായി കേൾക്കാം. അത്ര പാവമൊന്നുമില്ല. ഇടഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ. പിന്നെ എനിക്കൊരു വൃത്തിയുടെ സ്വഭാവം ഉണ്ട് റോസി. ചോര ചീറ്റിയ ആ ചോര കൊണ്ട് ഞാൻ മോൻ കഴുകുന്നേ. അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ. ഇനി എന്നെങ്കിലും ഒരു ദിവസം അവന്മാരെ മുമ്പിൽ വരും, അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് വൃത്തിയേട്ടവന്മാരെ. ഇത്രയും പിന്നെ ടോക്സിക് ആണോ വിവേക്? വിവേകിൽ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. വിവേക് എന്നെ ഒന്നും ചെയ്യരുത്. നമുക്ക് എന്തുണ്ടെങ്കിലും സംസാരിച്ച് തീർക്കാം. അത്തരത്തിൽ ചോരക്കളിയോടൊന്നും എനിക്ക് താല്പര്യം. കയ്യാങ്കളി നമുക്ക് ആശയപരമായി സംസാരിക്കാം. കയ്യാങ്കളി ഒഴിവാക്കാം. എന്നെ ഒന്നും ചെയ്യരുത്. താങ്കൾ കയ്യാങ്കളി, താങ്കൾ ഒരു ഗുണ്ടയാണെന്ന് എനിക്ക് തോന്നുന്നു. ദയവേത് ആ രീതിയിലൊന്നും എന്നോട് ഇടപെടരുത്. താങ്കൾ ആക്രമണം അഴിച്ചു വിടരുത് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും ക്ലിപ്പുകൾ ഉണ്ടെങ്കിൽ കേൾപ്പിക്കാം, നമുക്ക് കേൾക്കാം.
പൗരുഷത്തിന് എന്താ ഒരു കുറവ്? നിങ്ങളുടെയൊക്കെ പൗരുഷത്തിന്റെ പ്രതീകം സിൽമാടൻ ജയനല്ലേ? ആ ജയനെ ഞാൻ കാണിക്കാം. എന്നിട്ട് പറ എനിക്ക് പൗരുഷമുണ്ടോ ഇല്ലെന്ന്. നീലടാ പെണ്ണുങ്ങളെ കളിയാക്കുന്ന ആലുവലാതി ഷാജി. വിവേക് കേൾക്കാവോ? ഫാദർ വിവേക് ക്ലിപ്പുകളെല്ലാം കേൾപ്പിക്കൂ. ചർച്ചയിലേക്ക് പോവാം. താങ്കൾ എല്ലാ ക്ലിപ്പുകളും കേൾപ്പിക്കൂ. ചർച്ചയിലേക്ക് പോകേണ്ടതുണ്ട്. എല്ലാ ക്ലിപ്പുകളും തങ്ങളുടെ കയ്യിലുള്ള എല്ലാ ക്ലിപ്പും സഭാപിതാക്കന്മാർ പറഞ്ഞു. താങ്കൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അനിമോൻ വെയിറ്റ് ചെയ്യുകയാണ്. താങ്കൾക്ക് വേറെ താങ്കൾക്ക് എന്റെ കാവിലമ്മേ ഈ വിശാലം എല്ലാത്തിനെ പറ്റുന്നുണ്ട്. മോളിലേക്ക് മാങ്ങമറി, താഴേക്ക് ചെളികുത്ത്. മാങ്ങമറി ചെളികുത്ത്, മാങ്ങമറി ചെളികുത്ത്. മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവും. ദർശനം ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കുന്നത്. മാങ്ങ പറിക്കുമ്പോൾ നിന്റെ കെട്ടിയാൻ വരുമോ? ആ എല്ലാവരും ചിരിച്ചു മതി. ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങപറി ചെളിക്കുത്ത്, പിന്നെ കടലിലെ വല വീശ്, പിന്നെ മത്തി വിൽപ്പന. ഓയ് 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 ഓയ്. ആ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലതാ. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി, നീയാണോ ഹോയ് വിട്ടത്? സത്യം പറഞ്ഞ ആരാ അത്ര വലിയ ഹോയ് വിട്ടത്? അത് ശരി, നീയാണ് അത്ര വലിയ ഹോയ് വിട്ടത്. മാലതി എപ്പുറത്തിരുന്ന് കരയാ. അത് കേൾപ്പിക്കൂന്നേ. മാലതിയുടെ കരച്ചിലൊന്ന് കേൾക്കട്ടെ. മാലതിയാന്നോ റെജീനയാന്നോ കരയുന്നേ? ആ കരച്ചിലൊന്ന് കേൾപ്പിക്കൂന്നേ. ഫാദർ വിവേക്. ഞാൻ 5ാം ക്ലാസ്സിലല്ലേ പഠിച്ചിട്ടുള്ളൂ. അതല്ലേ പറഞ്ഞ 10ലെ പാതിന്ന് കണക്കറിഞ്ഞോടെ പിശാശിന്. സരസു, ഈ മാസത്തെ ഡാൻസിന്റെ പീസ് നീ നാളെ തന്നെ കൊടുന്നോളൂ കേട്ടോ. എന്നോട് കുറിച്ച് അങ്ങനെ ഇരിക്കും. ഒന്ന് സങ്കടപ്പെടാതിരിക്കടോ. പോയത് പോട്ടെ എന്ന്. ഇത്തവണയെങ്കിലും ഞാൻ ജയിക്കുമെന്ന് കരുതിയതാ. മാലുവിന്റെ അച്ഛൻ കവടി നിരത്തിയിട്ട് ഇപ്രാവശ്യം തോക്കൂന്ന് പറഞ്ഞല്ലേ? തുറലാശം പറഞ്ഞതാ. അത് ഇന്നവര് തെറ്റുണ്ടോ? മകളായിട്ട് അച്ഛന്റെ പേര് ചീത്തക്കില്ലല്ലോ. അല്ലെങ്കിലും പഠിച്ചിട്ടാണ് ഞാനൊക്കെ നിലയിലായത്. ഏത് നിലയില്? എടി, ഞാൻ രാവിലെ വാങ്ങി തന്ന ഐസ്പോട്ട് ഇതിന്റെ തൊണ്ടേന്ന് ഇറങ്ങി. ഇല്ലെങ്കിൽ ഒരു കോരിട്ട് കുത്താനാ നന്ദിയിലൊക്കെ പൂത്താങ്കാളി. അല്ല മാലു, തോറ്റെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിന്നെ തല്ലുമറ്റു ചെയ്തോ? തല്ലൊന്നുമില്ല, പക്ഷെ ഇനി പഠിക്കണ്ടെന്ന് പറഞ്ഞു. നീ എന്നോട് മിണ്ടാനും കൂടാനും വരണ്ട. മാലു അവളൊന്ന് സമാനപ്പെട്ടു വന്നാ നീ വെറുതെ എന്തിനാ ദേഷ്യം കിട്ടുന്നു? ഓ, അവളുടെ ഒരു ദേഷ്യം അത് മാറ്റി ചിരിപ്പിക്കാൻ അത്ര വലിയ പാട്. ഞാൻ കാണിച്ചേരെ പോലും. വാടി വാടി ഓടി വാടി. ഫാദർ വിവേക് മാന്യമായ ക്ലിപ്പുകൾ പ്ലേ ചെയ്യൂ. നമ്മളൊരു ചർച്ചയ്ക്കാണ് വന്നിരിക്കുന്നത്. ഫാദർ താങ്കളുടെ കയ്യിൽ ഇത്രയും ക്ലിപ്പുകൾ മാത്രമേ ഉള്ളൂ. നല്ല ക്ലിപ്പുകൾ പ്ലേ ചെയ്യൂ. ഇത് ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചർച്ചയ്ക്ക് ആധാരമായ ബാക്കി ക്ലിപ്പുകൾ വരാം. വിവേക് പോയിന്റുകൾ പറഞ്ഞാട്ടെ. ഫാദർ വിവേക് പോയിന്റുകൾ പറഞ്ഞു.
ഞാൻ പറഞ്ഞില്ല എന്നല്ല, നമ്മളെ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. ദീപം ദീപം കിട്ടോ കൊല്ലിഞ്ഞ്. ദീപം ദീപം കയ്യിൽ സന്ധ്യാദീപം. ഈടാ സിനിമ പാട്ട് നേറി. ദീപം കാറ്റ് വന്ന് കിടത്തിയ പിന്നെ കത്തിക്കില്ലട്ടെ മുത്തശ്ശി. ഇന്നലെ ക്ലാവറിന്റെ ഒരു തീപ്പെട്ടി തീർന്നേ. മുത്തശ്ശി പറഞ്ഞ കേൾക്കണ കാറ്റും കടലോ അല്ലേ? വിവേക്, ഫാദർ വിവേക് കേൾക്കുന്നുണ്ടോ? വിവേകിനെ കേൾക്കാവോ? ഫാദർ വിവേക്, ഫാദർ വിവേക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? എല്ലാ ക്ലിപ്പുകളും ഒന്ന് പ്ലേ ചെയ്യൂ. നമുക്ക് ചർച്ച തുടങ്ങേണ്ടതുണ്ട്. ഇനിയും ഒത്തിരി ക്ലിപ്പുകൾ പ്ലേ ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഫാദർ വിവേക്, വിവേക് കേൾക്കുന്നുണ്ടോ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഏതെങ്കിലും ഒരു ക്ലിപ്പും കൂടെ കേൾപ്പിക്കാനുണ്ടെങ്കിൽ കേൾപ്പിക്കാതെ നമുക്ക് ചർച്ചയിലേക്ക് പോവാം. ഇല്ലെങ്കിൽ നമുക്ക് ചർച്ചയിലേക്ക് പോയാലോ? ഓപ്പൺ ചർച്ചയിലേക്ക്. അപ്പോ മൊത്തത്തിൽ ഓക്കെ, ഏതെങ്കിലും ക്ലിപ്പ് ഉണ്ടോ? ഓക്കെ, അപ്പോ നമ്മുടെ ഫാദർ വിവേകിന്റെ ക്ലിപ്പുകൾ നിങ്ങൾ കേട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഫാദർ വിവേക് കൃത്യം 5 മണിക്ക് തന്നെ വന്നു. കത്തോലിക്ക സഭയുടെ മാനം കാക്കാൻ, കത്തോലിക്ക സഭയുടെ അഭിമാനമായ വിവേകിന്റെ ശബ്ദ ശകലങ്ങളാണ് നിങ്ങൾ കേട്ടത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിവേകിനെ 9 എന്ന് പറഞ്ഞ് കളിയാക്കിയവരുണ്ട്. 9 അല്ല, പുള്ളി ഒരു 19 എന്ന് ഇവിടെ തെളിയിക്കുകയാണ് ചെയ്തത്. പ്ലാംബ്ലാനിക്ക് പകരം വയ്ക്കുവാൻ ഒരു ശിഷ്യനുണ്ട് എന്നും വാക്കുകൾ കൊണ്ടും ശബ്ദം കൊണ്ടും പ്ലാംബ്ലാനിക്ക് പകരക്കാരനാണെന്ന് തെളിയിച്ചുകൊണ്ട് ക്ലബ് ഹൗസിന്റെ ഹാൾവേയിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന പുരുഷ ശബ്ദമായി ക്ലബ് ഹൗസിലേക്ക് കയറി വന്നവൻ വിവേക്. ആണായി പിറന്നവനാണെന്ന് തെളിയിക്കുവാൻ റജീനയോട് തർക്കിച്ച് തണ്ടു പറഞ്ഞ് പ്രിൻസിന്റെ റൂമിൽ വരുമെന്ന് വെല്ലുവിളി ഏറ്റെടുത്തവൻ വിവേക്. ചാറ്റ് ബോക്സിൽ 19 അല്ല 69 കളിയാക്കുമ്പോൾ ഈ കളിയാക്കൽ ഒന്നും തന്നെ എന്നെ ബാധിക്കുന്ന വിഷയമല്ല, 69 ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർ പാനലിൽ ഇരിക്കുന്ന മോഡറേറ്റർ അവൻ വിവേക്. അവിവേകമില്ലാതെ പലതും ചെയ്ത് കൂട്ടുമെന്ന് പ്രതീക്ഷിച്ച ഞങ്ങൾ, താൻ അവിവേകത്തോടു കൂടെയാണ് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടതെങ്കിലും ആ അവിവേകത്തിൽ പിടിച്ചു തൂങ്ങി സ്പീക്കർ പാനലിലേക്ക് കടന്നു വന്ന് സൈഡിൽ മാറിയിരുന്നവൻ വിവേക്. വിവേകിന് പകരം വയ്ക്കുവാൻ വാക്കുകളില്ല, വിവേകിന് പകരം വയ്ക്കുവാൻ വ്യക്തിത്വങ്ങളില്ല. ഭാവിയിൽ അദ്ദേഹത്തിന്റെ പ്രായം 50 കഴിയുമ്പോൾ പ്ലാംബ്ലാനിയെ കവച്ചു വെക്കുന്ന രീതിയിൽ ലോകം അറിയപ്പെടുന്ന ഒരു തിരുമണ്ടനായി തീരും, അല്ലെങ്കിൽ ഒരു പഴമായി തീരുമെന്ന് അദ്ദേഹത്തിന് ഈ പ്രായത്തിൽ തന്നെ ഉറപ്പുള്ളത് കൊണ്ട് അദ്ദേഹം വെല്ലുവിളിയേറ്റ് വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ എങ്ങനെയാകണമെന്നും വാക്കുകൾ എങ്ങനെയായിരിക്കണമെന്നും വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ വാക്കിന്റെ വില എന്താണെന്നും പുരുഷത്വത്തിന്റെ അർത്ഥം എന്താണെന്നും പ്രവൃത്തിയിലൂടെ തെളിയിച്ചവൻ വിവേക്. വിവേകിന് പകരക്കാരനായി മറ്റൊരുവനുമില്ല. വിവേകിന് തുല്യം വിവേക് മാത്രം. അദ്ദേഹം അവിവേകത്തോടു കൂടെയാണ് ചാറ്റിൽ എഴുതിയതെങ്കിലും വിവേകത്തോടുകൂടെ വിവേകത്തോടെ സൈഡിൽ ഇരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും വിവേകപൂർവ്വം കാണുന്നു എന്നുള്ളത് തന്നെ ഒരു അത്ഭുതാകരമാണ്. ചാറ്റ് ബോക്സിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒത്തിരി കമന്റുകൾ വരുന്നത് ഞാൻ കണ്ടു. എല്ലാം നിരാശയോടുകൂടെയാണെങ്കിലും ഈ ചർച്ച നടക്കില്ല എന്ന് ഇടയ്ക്കൊക്കെ ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും കാണികളെയൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിവേകത്തോടുകൂടെ കടന്നു വന്നത് തന്നെ ക്ലബ് ഹൗസിൽ ഒരു അത്ഭുതമായി ഞാൻ കാണുക. എന്തായാലും വിവേകിന്റെ അയ്യോ മ്യൂട്ടായോ? ഞാനത് അറിഞ്ഞില്ല. ദേവി ഇത് മ്യൂട്ട് അടിക്കരുത് സഹോദര, പ്ലീസ് മ്യൂട്ട് ചെയ്യരുത്, പ്ലീസ് 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 മ്യൂട്ട്. എബ്രഹാം എന്ന് പറയുന്ന ഒരു കൊശവൻ, അദ്ദേഹം മ്യൂട്ട് ചെയ്യൂ എന്നൊക്കെ പറയുന്നു. ഇനി ഞാൻ ചോദിക്കുന്നു, വിവേകിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വിവേകിന് പറയാം. നമുക്ക് ചർച്ചയിലേക്ക് തുടങ്ങാം, ചർച്ചയിലേക്ക് പോവാം. വിവേക്, ഫാദർ വിവേക് സംസാരിച്ചോട്ടെ. എനിക്ക് എന്താ അറിയണ്ടേ?
എനിക്കൊന്നും വേണ്ട സഹോദരൻ, നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. താങ്കൾ സംസാരിക്കട്ടെ. താങ്കളുടെ ആശയം കേൾക്കാൻ ക്ലബ് ഹൗസ് ഹാൾവേയിൽ ഒത്തിരി പേര്, 100ഓളം ആളുകൾ താങ്കളുടെ ആശയം കേൾക്കാനായി ക്ലബ് ഹൗസ് ഹാൾവേയിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. താങ്കൾ ആശയം പറയും. എനിക്കൊന്നും പ്രത്യേകിച്ച് വേണ്ട, താങ്കൾ എനിക്കൊന്നും തരണ്ട. എനിക്ക് താങ്കളുടെ ആശയം കേട്ടാൽ മതി. താങ്കൾ ആശയം പറയും. എന്താ അറിയണ്ടേ? എനിക്ക് അറിയേണ്ടത് സഭാപിതാക്കന്മാർ ബൈബിളിലെ ദൈവത്തെ തള്ളിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമാണ് എനിക്ക് അറിയേണ്ടത്. യേശുക്രിസ്തു വെളിപ്പെടുത്തിയ പിതാവിനെ സഭാപിതാക്കന്മാർ തള്ളിയിട്ടുണ്ടോ? കത്തോലിക്കർ അങ്ങനെ കത്തോലിക്കർ ചില, അല്ലെങ്കിൽ ചില ഗുഹ്യോലിക്കർ എന്നൊക്കെ അറിയപ്പെടുന്ന, ജിജോലിക്കർ എന്നൊക്കെ അറിയപ്പെടുന്ന ചില കുറച്ചു പേർ, അവർ ഇത്തരത്തിൽ വളരെ നിരീശ്വരവാദികളുടെ കൂടെ ചേർന്നിട്ടും താങ്കളും അതിൽപ്പെട്ടവരാണ്. ദൈവത്തെ ഇങ്ങനെ തള്ളിക്കളയും നിർമ്മിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നത് കാണുന്നു. യേശു ക്രിസ്തുവിനെയും കൂടെ ഉൾപ്പെടെ യേശുവിന്റെ അമ്മയെ നിർമ്മിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഇതിനെ എങ്ങനെ താങ്കൾ നോക്കി കാണുന്നു? അത്തരം ആളുകൾ പറയുന്ന നവീന ഉപദേശം ഇത്തരത്തിൽ സഭാപിതാക്കന്മാരാരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇത് എക്കാലത്തെങ്കിലും കത്തോലിക്ക സഭ ഇത്തരം ഉപദേശം പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയോ ചെയ്തതായിട്ട് എന്തെങ്കിലും ഒരു രേഖ താങ്കളുടെ കൈവശം? അതിനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. താങ്കൾ ഇതിനെ റെഫറൻസ് വെച്ച് താങ്കളുടെ പറയും. കേട്ടില്ല. ഉണ്ട്. ഉണ്ടെങ്കിൽ എന്താണെന്ന് കാണിക്കൂ. ആ രേഖ കാണിക്കൂന്നേ. എവിടാ വരേണ്ടിയേ രേഖ കാണാൻ? അരമനയില്. അരമനയില്. ഏതിന്റെ ഇടയില്? അതുപോലെ മൈക്കെടുത്ത് സംസാരിക്കൂ. അരമനയിൽ ആരുടെ ഇടയിലാ? എവിടെ? ഏതിന്റെ ഇടയിലാ ഇരിക്കുന്നേ? പറയൂ. ഏത് അരമനയിലാ ഇരിക്കുന്നേ? സഹോദരൻ മൈക്ക് എടുക്കുന്നേ. നിങ്ങൾ സംസാരിക്കും. ടെൻഷൻ ആകണ്ട. താങ്കളത്തിനെ മ്യൂട്ട് ചെയ്യുന്നത്. താങ്കൾ സംസാരിക്കും. താങ്കൾ ആശയം. സഹോദര വിവേക്, അരമനയിൽ എവിടുത്തെ ഏത് അരമനയിലാണെന്ന് പറയൂ. താങ്കൾ കാണിക്കാൻ പറ്റുമോ? അരമനയിൽ കാണിക്കാം. ചെയർമെന്റിലേക്ക് എടുക്കണ്ട, ഈ ഡോക്യുമെന്റ് കാണിക്കാൻ. വിവേക് മൈക്ക്. വിവേക്, താങ്കൾ ചർച്ചയ്ക്ക് തയ്യാറാണോ? വിവേക് കേൾക്കുന്നുണ്ടോ? ഫാദർ വിവേക്, താങ്കൾ ചർച്ചയ്ക്ക് തയ്യാറാണോ? അതെ അതെ. എന്റെ ശബ്ദം കുറവാന്ന് പറയുന്നു. എന്റെ ശബ്ദം കേൾക്കാവോ വിവേക്? എന്റെ ശബ്ദം കേൾക്കാവോ? ഇല്ല ഇല്ല. ഇപ്പൊ കേൾക്കാവോ? താങ്കൾ മൈക്ക് എടുക്കൂ, താങ്കളുടെ ആശയം പറയൂ. നമുക്ക് വിഷയങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോകാം. കേൾക്കുന്നില്ല. ഇപ്പോൾ കേൾക്കാമോ? ഇപ്പോൾ ഇല്ല കേൾക്കാമോ? ഇല്ല. ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടൂ. എന്റെ ശബ്ദം കേൾക്കാമോ? ക്ലിയർ ഉണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ ശബ്ദം കേൾക്കാമല്ലോ. ക്ലിയർ ആണ്. താങ്കൾ കള്ളം പറയുന്നു. താങ്കൾ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? താങ്കൾ ചർച്ചയിലേക്ക് വരും. താങ്കൾക്ക് ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ? ഏത് അരമനയിലാണെന്ന് പറയൂ. എവിടത്തെ അരമനയിലാ അതിരിക്കുന്നേ? താങ്കൾ തെളിവ് വെച്ച് സംസാരിക്കൂ. എവിടത്തെ അരമനയിലാന്ന് പറയും. താങ്കൾ മൈക്കെടുത്ത്. ഞാൻ പറഞ്ഞത് കേൾക്കാവോ? നമ്മുടെ ചാറ്റ് താഴെ നമ്മുടെ പല സഹോദരങ്ങളും ഇരിപ്പുണ്ട്. ഞാനിപ്പോ താങ്കളൊന്ന് വാട്സപ്പ് ചെക്ക് ചെയ്യാവോ? വിവേക്, താങ്കൾ വാട്സപ്പ് ചെക്ക് ചെയ്യാവോ? തത്തമ്മ ചുണ്ടൻ. പറയൂ, താങ്കളുടെ ആശയം പറയൂ. സഹോദര. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ, ഞാൻ പറഞ്ഞത് കേൾക്കാവോ സഹോദര? താങ്കൾ ആശയം പറയൂ. ഞാൻ റൂം ക്ലോസ് ചെയ്യും കേട്ടോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അല്ല, ഇത് ശരിയല്ല. താങ്കളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ഇറക്കിയത് ശരിയായില്ല വിവേക്. ഞാൻ പറഞ്ഞിട്ട് വിവേക് കേൾക്കുന്നില്ല.
അജി ബ്രദറെ പുള്ളിയോട് ഈ അച്ഛനൊരു പാപമാ. വെറുതെ അയാളെ ക്രൂശിക്കുന്നത് ശരിയല്ല കേട്ടോ. ഞാൻ റൂം എൻഡ് ചെയ്യും കേട്ടോ. പക്ഷേ സിസ്റ്റർ ക്യാരറ്റും സിസ്റ്റർ ബീട്രൂട്ടും സുഖമായിരിക്കുന്നോ? തനിക്ക് എന്താടോ? തനിക്ക് എന്താടോ കത്തോലിക്ക സഭയുടെ ഇത്ര ചോദിച്ചില്ല? അജി ബ്രദർ സംസാരിക്കുന്നില്ലേ? മിസ്റ്റർ അജി, താങ്കൾ സംസാരിക്കുന്നത് ഞാൻ വായിക്കുന്നുണ്ട്. അല്ല, താങ്കൾ നിങ്ങൾ തമ്മിൽ ഈ ചർച്ച നടക്കാൻ വേണ്ടി മോഡറേറ്ററായി വന്നതാണ്. നിങ്ങൾ കളിയാക്കുവാണോ? അദ്ദേഹത്തെ ഒത്തിരി കളിയാക്കത്തരോ? പരിഹസിക്കുന്ന പോലെ എനിക്ക് തോന്നി. താങ്കൾ താളെ കളിയാക്കുവാണോ? ഞാനല്ല അച്ഛാ, ഞാൻ ഈ പ്രിൻസാണ് കളിയാക്കുന്നത്. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ജോഷ് ഫാദർ ജോഷ് ഈ പരിസരത്ത് ഇവയെ കണ്ടിരുന്നോ? ജോഷ് ഉശിരൊരു കത്തോലിക്കൻ തന്നെയാ. നിങ്ങൾ ഏതായാലും വന്നത് വളരെ നന്നായി കേട്ടോ. അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞു തന്നെ ഫാദർ ഒരു പേടിത്തൊണ്ടനാണെന്ന. അതും പ്രിൻസിനെ പോലെ ഒരു കശ്മലന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കാനുള്ള ആ ധൈര്യം, ആ ചെങ്കൂറ്റം വളരെ നന്നായിരിക്കുന്നു. എന്തോ കളിയാക്കുന്ന പോലെ. വിവേക് ഫാദർ, ഞാനൊരു ചോദ്യം ചോദിക്കാം. താങ്കൾ ഈ കത്തോലിക്ക സഭ എങ്ങനെയാ നോക്കി കാണുന്നേ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? കണ്ണുകൊണ്ട്. ഓക്കെ. അതിന്റെ ഡോക്ടറിനെ സംബന്ധിച്ച് എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്? കത്തോലിക്ക ഡോക്ടർ, നവീന ഡോക്ടർ, പ്രാചീന ഡോക്ടർ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കത്തോലിക്ക സഭയുടെ ഡോക്ടറും ഉണ്ട്, നേഴ്സും ഉണ്ട്. തനിക്കെന്താ? ഞാൻ ചോദിച്ചത് കത്തോലിക്ക സഭയിൽ ഡോക്ടർ ഉണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്. കത്തോലിക്ക സഭയ്ക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടോ? ഡോക്യുമെന്റ് ഉണ്ടോ എന്നാ ചോദിച്ചത്. ഡോക്യുമെന്റ് ഉണ്ടോ ഉവ്വ. ഫാദർ വിവേക്? പോവാണെന്നോ? ഇതോ കേട്ടില്ല, എവിടെ പോവാന്ന്? ഉവ്വ ഉവ്വ. ഓ ഉവ്വ ഉവ്വ. ഓക്കെ. വൈദികന്മാർ അത്തരത്തിൽ വാക്കുകളാണല്ലോ ഉപയോഗിക്കുന്നത്. ഉവ്വ. ഉവ്വ. ഓക്കെ. അപ്പോ ഇത്തരം ഡോക്യുമെന്റുകൾ നമുക്ക് എവിടെ കാണാൻ കഴിയും? ഇവിടെ ക്ലബ് ഹൗസിൽ ഒരു നിനക്ക് ഡോക്യുമെന്റും എന്താടാ ഇത്തരം നിനക്ക് എന്താടാ ഫാദർ വല്ലാത്ത മൂഡിലാണെന്ന് തോന്നുന്നു. നമ്മളെ അത് നിങ്ങളെ കോൺവെന്റിലോ അരമനയിലോ കാണിച്ചാൽ മതി. നമ്മളുടെ ചർച്ചയിൽ വരുമ്പോൾ നിങ്ങൾ അത്തരത്തിൽ കാണിക്കണ്ട. ദൈവം, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് നിൽക്കാം. അതായത് താങ്കൾ പറഞ്ഞു ഡോക്യുമെന്റ് ഉണ്ടെന്ന്. നമ്മൾ ഈ ഡിസ്കഷൻ ലോഞ്ച്, താങ്കൾ പ്രതികരിക്കുന്ന ഡിസ്കഷൻ ലോഞ്ചിൽ ഇന്ന് വരെ അത്തരത്തിലൊരു ഡോക്യുമെന്റ് വെച്ച് സംസാരിച്ചിട്ടില്ല. ഒരു ഒറ്റ ഒരാൾ പോലും സംസാരിച്ചിട്ടില്ല. അവരൊരു വനിതയെ കടമെടുത്തു. വനിത മറ്റു ചില കാത്തലിക് ലോഞ്ചിലെ ചില കത്തോലിക്ക സഹോദരങ്ങളെ ബെന്തോ കത്തോലിക്കൻ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ കണ്ടു ചാറ്റ് ബോക്സിലൊക്കെ. അത്തരത്തിൽ വളരെ നിലവാരം കുറഞ്ഞ നിലയിലേക്ക് ചാറ്റ് ബോക്സിനകത്ത് എഴുതുകയും തെറി വിളിക്കുകയും ചെയ്യുന്നതിന് അപ്പുറമായിട്ട് കാത്തലിക് ലോഞ്ച് വെച്ച മറുപടികൾക്ക്, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് ചെക്ക്മേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒന്നും വയ്ക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളടങ്ങുന്ന സംഘത്തിനൊന്നും വെക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ക്ലബ് ഹൗസിൽ ഉയരുന്ന ഒരു ആക്ഷേപം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കും ഒരു കത്തോലിക്ക വൈദികനെ കൊണ്ടുവന്ന്, ഇപ്പൊ താങ്കൾ ഒരു വൈദികനാണ്, ഓക്കെ, എന്നാൽ താങ്കളുടെ പേരിലാണോ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. എനിവേ, അംഗീകരിച്ച ആസ് എ ഓർഡൈൻഡ് പ്രീസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു പ്രീസ്റ്റും ഇവിടെ വന്ന് സംസാരിച്ച് കണ്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ താങ്കൾ എന്നോട് ചർച്ചയ്ക്ക് വന്നത് തന്നെ അത്ഭുതമാണ്. അപ്പൊ ഇത് ഇവിടെ വന്ന് താങ്കൾ പറയുന്ന ഒരു പോയിന്റ്, അതൊരു വാലിഡ് പോയിന്റ് ആണ്. യു ഹാവ് എ എന്താ പറയുക, ലിറ്ററൽ ഡോക്ടർ അല്ലെ ഡോക്യുമെന്റ്. അപ്പൊ ആ ലിറ്ററൽ ഡോക്യുമെന്റ് എവിടെയാണുള്ളത്? അതൊന്ന് കാണിക്കാവോ? അവരാരും കാണിച്ചില്ല. എന്തുകൊണ്ടാണ് അവർ കാണിക്കാത്തതെന്ന്